17th question. A manufacturer produces two different models X and Y of the same product. Model X makes a contribution of rupees rupees 50 per unit and model Y rupees 30 per unit towards total profit. Raw materials R1 and R2 are required for production. At least 18 kilogram of R1 and 12 kilogram of R2 must be used daily. Also, at most 34 hours of labor are to be used. Are to be utilized. A quantity of 2 kilogram of R1 is needed for model X and 1 kilogram of R1 for model Y. For each of X and Y, 1 kilogram of R2 is required. It takes 3 hours to manufacture model X and 2 hours to manufacture model Y. How many units of each model should be produced in order to maximize profit? അപ്പോൾ ഇവിടെ എത്ര യൂണിറ്റ്സ് ഓഫ് ആണ് എക്സും എത്ര യൂണിറ്റ്സ് ഓഫ് വൈയും ആണ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്? പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടി എത്ര യൂണിറ്റ്സ് ഓഫ് എക്സ് എത്ര യൂണിറ്റ്സ് ഓഫ് വൈ നമുക്ക് വേണം. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് വേരിയബിൾസ് ഡിസ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ലെറ്റ് x1 and x2 be the number of units of model X and Y to be produced respectively.
എക്സും വൈയും എത്ര വെച്ച് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ x1ഉം x2 ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് LP മോഡൽ നോക്കുമ്പോൾ നമുക്ക് എന്തിനെയാണ് മാക്സിമൈസ് ചെയ്യേണ്ടത്? ഇതിന് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യണം. അപ്പം പ്രോഫിറ്റ് എന്ന് പറയുന്നത് എക്സിൻ്റേത് 15, വൈയുടേത് 30 ആണ്. അപ്പോൾ 50x1 പ്ലസ് 30x2നെയാണ് മാക്സിമൈസ് ചെയ്യുന്നത്. therefore maximize total profit Z is equal to 50x1 plus 30x2. ഇനി നമുക്ക് കൺസ്ട്രെയിൻസ് ആണ് നോക്കേണ്ടത്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന പല കൺസ്ട്രെയിൻസ് ഉണ്ട്. റോ മെറ്റീരിയൽസ് R1ഉം R2 ആണ് വേണ്ടത്. അപ്പോൾ 18 കിലോഗ്രാം ഓഫ് R1ഉം 12 കിലോഗ്രാം ഓഫ് R2ഉം എങ്കിലും യൂസ് ചെയ്യണം. അപ്പം മിനിമം 80 കിലോഗ്രാം R1ഉം 12 കിലോഗ്രാം R2ഉം യൂസ് ചെയ്യണം. പിന്നെ അറ്റ്മോസ്റ്റ് 34 hours ഓഫ് ലേബർ യൂട്ടിലൈസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എക്സിൻ്റെ നോക്കുകയാണെങ്കിൽ 2 കിലോഗ്രാം ഓഫ് R1ഉം വൈക്ക് 1 കിലോഗ്രാം ഓഫ് R1. അപ്പോൾ R1 എന്ന് പറയുന്നത് നമ്മൾ x1ഉം y x2 ആയിട്ട് എടുക്കുകയാണെങ്കിൽ 2x1 പ്ലസ് x2 ആണ് നമ്മുടെ R1 നമ്മൾ യൂസ് ചെയ്യുന്നത്. 2x1ഉം x2, കാരണം എക്സിൻ്റേത് x1 യൂണിറ്റ്സ് ആണ്. അപ്പം 2x1, വൈയുടേത് x2 യൂണിറ്റ്സ് ആയതുകൊണ്ട് 1 ഇൻറ്റു x2. അപ്പം 2x1 പ്ലസ് x2 ആണ് R1 നമുക്ക് വേണ്ടത്. R1 എന്ന് പറയുന്നത് ഇവിടെ തന്നിരിക്കുന്നത് അറ്റ്ലീസ്റ്റ് 18 കിലോഗ്രാം എങ്കിലും യൂസ് ചെയ്യണം. അപ്പം 2x1 പ്ലസ് x2 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ. അതാണ് ആദ്യത്തെ കൺസ്ട്രെയിൻ വരുന്നത്. R1ൻ്റെ കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് 2x1 പ്ലസ് x2 അറ്റ്ലീസ്റ്റ് 18 എന്ന് പറയുമ്പോൾ അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ. ഇത് R1ൻ്റെ കൺസ്ട്രെയിൻ ആണ്. ഇനി അതേപോലെ തന്നെ R2ൻ്റെ പറഞ്ഞിട്ടുണ്ട്. R2 എക്സിനും വൈക്കും ഓരോ കിലോഗ്രാം വെച്ചിട്ടാണ് വേണ്ടത്. R2 എന്ന് പറയുന്നത് ഇവിടെ 12 കിലോ എങ്കിലും യൂസ് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് x1 പ്ലസ് x2 മിനിമം അത്രയെങ്കിലും വേണം. അപ്പം ഇത് R2ൻ്റേത് x1 പ്ലസ് x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 12. പിന്നെ ലേബറിൻ്റെ ഉണ്ട്. അറ്റ്മോസ്റ്റ് 34 യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ലേബർ പറഞ്ഞേക്കുന്നത് 3 hours ടു മാനുഫാക്ചർ മോഡൽ എക്സ്. അപ്പോൾ എക്സിൻ്റേത് 3x1, വൈയുടേത് 2 hours. അപ്പോൾ 2x2. അത് മാക്സിമം എത്രയേ പറ്റുള്ളൂ? 34 ആണ്. ഇത് ലേബർ അവറിൻ്റെ കൺസ്ട്രെയിൻ ആണ്. അപ്പോൾ ഇത്രയും കൺസ്ട്രെയിൻസ് ആണ്. പിന്നെ നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻ x1 x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ഈ 3 ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഫീസിബിൾ റീജിയൻ ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ 2x1 പ്ലസ് x2 ഈക്വൽ ടു 18 എടുക്കുകയാണെങ്കിൽ x1ഉം x2 എടുക്കുമ്പോൾ x1ന് 0 കൊടുത്താൽ x2 18, x2ന് 0 കൊടുത്താൽ x1 9. അടുത്തത് x1 പ്ലസ് x2 ഈക്വൽ ടു 12. അത് നമുക്ക് ഈ പരിശീലനത്തിൽ നമുക്കറിയാവുന്ന കാര്യമാണ്. 0 12 0 12. അടുത്തത് 3x1 പ്ലസ് 2x2 ഈക്വൽ ടു 34. x1ന് 0 കൊടുക്കുമ്പോൾ 17. ഇനി x2ന് 0 കൊടുക്കുമ്പോൾ 34/3. അപ്പം നമുക്ക് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ x1 എന്ന് പറയുന്നത് ഒരു 12 കൂടുതൽ വരുന്നില്ല. x2 നമുക്ക് 18 വരെയാണ് വരുന്നത്. അപ്പം നമുക്കതിനെ ബേസ് ചെയ്ത് വായിക്കണം. Five, 10, 15, 20, 25. 5, 10, 15, 20, 25, 30. ആദ്യത്തേത് 0, 18, 9, 0. ഇതാണ് ഫസ്റ്റ് ലൈൻ വരുന്നത്. x2 x1 പ്ലസ് x2 ഈക്വൽ ടു 18 ആണ്. അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 ആയതുകൊണ്ട് നമുക്ക് ഈ ലൈനിൻ്റെ മുകളിലോട്ടുള്ള റീജിയനാണ് വരുന്നത്. നമുക്ക് ഇത് മൊത്തം ചെറിയ ലൈൻ ആയതുകൊണ്ട് നമുക്ക് ഇതിന് പേര് കൊടുക്കാം. നമ്പർ 1 കൊടുക്കുകയാണെങ്കിൽ ഇത് ഇക്വേഷൻ 1 ആണ്. ഇനി നമുക്ക് x1 പ്ലസ് x2 ഈക്വൽ ടു 12 ആണ്. അപ്പോൾ 12 0യും 0 2. ഇത് നമുക്ക് 2 എന്ന് വിളിക്കാം.
x1 പ്ലസ് x2 അതും നമുക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയതുകൊണ്ട് അതിൻ്റെ ഇങ്ങോട്ടുള്ള പോർഷനാണ് വരുന്നത്. പിന്നെ ഇക്വേഷൻ 2. അപ്പോൾ നമുക്കിപ്പം ഈ ലൈൻ്റെ ഇങ്ങോട്ട് ഇപ്പം നമ്മുടെ റീജിയൻ പറയുന്നത് ഇതിൻ്റെ ഇങ്ങോട്ട് ഈ ലൈൻ്റെ ഇങ്ങോട്ട്. അപ്പോൾ കോമൺ ആയിട്ട് വരുന്നത് ഇപ്പോൾ ഇത്രയുമാണ് വന്നേക്കുന്നത്. അടുത്തത് 0.17 34/3 എന്ന് പറയുന്ന 11 പോയിൻ്റ് വരും. ഇത് 12 ആണ്. അപ്പോൾ ഇവിടെ 11 പോയിൻ്റ് വരും. ഇത് മൂന്നാമത്തെ ലൈൻ. അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ ലൈന് വളരെ അടുത്താണ് വരുന്നത്. നമ്മൾ വരയ്ക്കുമ്പം ഈ മൂന്നാമത്തെ ലൈന് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയതുകൊണ്ട് ആ ലൈൻ്റെ ഇങ്ങോട്ടുള്ള പോർഷനാണ്. അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ആദ്യത്തെ ലൈൻ ഇതായിരുന്നു, അതിൻ്റെ മുകളിലോട്ടുള്ള പോർഷൻസ്, രണ്ടാമത്തെ ലൈൻ്റെ മുകളിലോട്ടുള്ള പോർഷൻസ്, ഈ മൂന്നാമത്തെ ലൈൻ്റെ അടിയിലോട്ടുള്ള പോർഷൻ. അപ്പോൾ കോമൺ ആയിട്ട് വരുന്ന ഈ ചെറിയൊരു ട്രയാങ്കിൾ ഫോമിലുള്ള ഇതാണ്. നമുക്ക് ഇതിനെ എ അതിവിടെ മീറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പോയിന്റിന് നമുക്ക് ബി എന്നും ഈ ഒരു പോയിന്റ് നമ്മൾ സി എന്നും വിളിക്കണം. അപ്പോൾ എ എന്ന് പറയുന്നത് നമുക്ക് 1ഉം എ എന്ന് പറയുന്നത് 1ഉം 2ഉം കൂടെ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ എ എന്ന് പറയുന്നത് 2x1 പ്ലസ് x2 ഈക്വൽ ടു 18ഉം x1 പ്ലസ് x2 ഈക്വൽ ടു 12ഉം കൂടി മൈനസ് ചെയ്യുമ്പം x1 ഈക്വൽ ടു 6. അപ്പോൾ x2ഉം 6 വരും. അപ്പോൾ എ എന്ന് പറയുന്നത് 6 എന്നുള്ള പോയിന്റ് വരും. ഇനി നമുക്ക് ഈ ബി എന്ന് പറയുന്നത് 2ഉം 2ഉം 3ഉം കൂടെ വേണം. x1 പ്ലസ് x2 ഈക്വൽ ടു 12ഉം 3x1 പ്ലസ് 2x2 ഈക്വൽ ടു 34. അപ്പോൾ നമുക്ക് x1 12 മൈനസ് x2 കൊടുക്കാം. 3 × 12 മൈനസ് x2 പ്ലസ് 2x2 ഈക്വൽ ടു 34. 36 മൈനസ് 3x2 പ്ലസ് 2x2 ഈക്വൽ ടു 34. 2 ഈക്വൽ ടു x2. അപ്പോൾ x1 എന്ന് പറയുന്നത് 10. അപ്പം 10 2 എന്നുള്ള പോയിന്റ് കിട്ടി. അപ്പം B 10 2, എ 6 കിട്ടി. ഇനി സി ആണ്. സി എന്ന് പറയുന്നത് നമുക്ക് ഫസ്റ്റ് ലൈന്, ഫസ്റ്റും തേർഡും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്യുന്നതാണ് സി. സി എന്ന് പറയുന്നത് 2x1 പ്ലസ് x2 ഈക്വൽ ടു 18ഉം 3x1 പ്ലസ് 2x2 ഈക്വൽ ടു 34. ഇവിടെ നിന്ന് നമുക്ക് x2 ഈസ് ഈക്വൽ ടു 18 മൈനസ് 2x1. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3x1 പ്ലസ് 2 ഇൻറ്റു 18 മൈനസ് 2x1 ഈക്വൽ ടു 34 എന്ന് വരും. അപ്പം 3x1 പ്ലസ് 36 മൈനസ് 4x1 ഈക്വൽ ടു 34. അപ്പോൾ നമുക്ക് x1 ഈക്വൽ ടു 2 എന്ന് വരും. x1 2 ആണെങ്കിൽ x2 എന്ന് പറയുന്നത് 2 × 2 4 14 വരും. അപ്പം 214. അപ്പോൾ നമുക്ക് 3 പോയിൻറ്റും കിട്ടി. 6 6 10 2 2 14. നമുക്ക് പോയിൻറ്റും അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂസ് എഴുതാം. വെർട്ടെക്സ് ഇസഡ്. ഇവിടെ നമുക്ക് മാക്സിമം ഇസഡ് എന്ന് പറയുന്നത് 50x1 പ്ലസ് 30x2. ആദ്യത്തെ പോയിന്റ് എ 6 6. അടുത്തത് ബി ആണ്. ബി എന്ന് പറയുന്നത് 10 2. അടുത്തത് സി 240.
50 into 6 plus 30 into 6. 480 വരും. അടുത്തത് 50 into 10 plus 30 into 2. 500 plus 60. 560. 50 into 2 plus 30 into 14. 100 plus 420. 520. നമുക്ക് മാക്സിമം 560 ആണ്. മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 560 ആണ്. മാക്സിമം ഓഫ് z is equal to 560 at x1 equal to 10, x2 equal to 2. അതിൻ്റെ മീനിങ് എന്താണ്? നമുക്ക് എക്സ് എന്ന് പറയുന്നത് 10 യൂണിറ്റ്സും y എന്ന് പറയുന്നത് 2 യൂണിറ്റ്സും പ്രൊഡ്യൂസ് ചെയ്യണം. The manufacturer should produce 10 units of X and 2 units of Y in order to yield maximum profit rupees 560. അപ്പോൾ ഈ വേർഡ് പ്രോബ്ലംസ് എല്ലാം വരുമ്പോൾ ആൻസർ ഇങ്ങനെ ഇവിടെ കൊണ്ട് മാത്രം ഇട്ട് കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടത്തില്ലെന്നുള്ളത് ഓർത്തോണം. വേർഡ് പ്രോബ്ലംസ് വരുമ്പോൾ നമ്മളാണ് x1 x2 ഡിഫൈൻ ചെയ്തത്. നമ്മൾ ഫൈനൽ ആൻസറിൽ തിരിച്ച് ഈ x1 x2 എന്താണെന്നുള്ളത് ഒന്നും കൂടെ സ്പെസിഫൈ ചെയ്യുന്നത് പോലെ ഇങ്ങനെ ഒന്നും കൂടെ കാണിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഫുള്ളായിട്ടുള്ള ആൻസർ കംപ്ലീറ്റ് ആവുള്ളൂ.